അഞ്ജലി, ഗുഡ് മോർണിംഗ്. സിദ്ദിഖിനായിട്ടുള്ള തെരച്ചിൽ, വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തന്നെ തുടരുന്നുണ്ട്. ഇതിൽ സംസ്ഥാനം വിട്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി അതുകൂടി പരിശോധിച്ച് ആ ഘട്ടത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. കൊച്ചിയിൽ വലിയ വിപുലമായിട്ടുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ എന്താണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്? ഇന്നലെ ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നുള്ളൊരു സൂചന ഇടയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ സംഘം പുതുതായി നൽകുന്ന വിവരങ്ങൾ? നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനു ശേഷം ഇന്ന് 2 ദിവസമായിട്ടും സിദ്ദിഖിനെ പിടികൂടാൻ കഴിയാതെയാണ് പോലീസിന്റെ മുന്നോട്ട് പോക്ക്. അതായത് പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതായത് ഇത്തരം ഒരു കേസിൽ പ്രതിയായി ചേർക്കുമ്പോൾ അദ്ദേഹത്തെ നിരീക്ഷണത്തിൽ വെക്കാം, കസ്റ്റഡിയിൽ എടുക്കുകയൊന്നും ചെയ്യേണ്ട, നിരീക്ഷണത്തിൽ വെക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല. വലിയ രീതിയിലുള്ള സിദ്ദിഖിനായിട്ടുള്ള തിരച്ചിലിന് വേണ്ടി പോലീസ് മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. സിദ്ദിഖിന്റെ ഫോണ് ഇങ്ങനെ സ്വിച്ച് ഓൺ ആയി. പക്ഷേ ഇത് സിദ്ദിഖ് തന്നെയാണോ സ്വിച്ച് ഓൺ ആക്കിയത്, ഇത് മറ്റാർക്കെങ്കിലും ഓണാക്കാം എന്നുള്ള സാധ്യത കൂടിയുണ്ട്. അന്വേഷണം വഴിതിരിച്ചു വിടാനായിരിക്കാം ഇത്തരത്തിലുള്ള നീക്കമെന്നും പലയിടത്തു നിന്നും ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന്റെ സാഹചര്യത്തിൽ സിദ്ദിഖ് കേരളം വിട്ടു തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പോയേക്കാമെന്ന സാഹചര്യവുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ സിദ്ദിഖിന് വേണ്ടി സിദ്ദിഖിന്റെ കൊച്ചിയിലെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളെല്ലാം പോലീസ് ഇന്നലെ നിരീക്ഷണത്തിൽ വെച്ചിരുന്നു. കൂടാതെ ഇത്തരത്തിൽ സിദ്ദിഖ് ബന്ധപ്പെടാൻ സാഹചര്യമുള്ള ആളുകളുടെ എല്ലാം ഫോണുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ അന്വേഷണം നടത്തുമ്പോഴും സുപ്രീം കോടതിയുടെ നീക്കം മനസ്സിലാക്കിയതിനു ശേഷം, അതായത് സുപ്രീം കോടതിയുടെ ഒരു വിധി മനസ്സിലാക്കിയതിനു ശേഷം സിദ്ദിഖിനായിട്ടുള്ള അന്വേഷണ നീക്കം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു സാഹചര്യമാണ് ഇതിൽ നിന്നും പോലീസിന്റെ നീക്കത്തിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം ഇത്രയും സിദ്ദിഖിന് വേണ്ടിയിട്ട് അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ സിദ്ദിഖിനെ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ സിദ്ദിഖിനുള്ള അന്വേഷണം നടത്തുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല? ഇതുവരെയും കൃത്യമായി സിദ്ദിഖ് എവിടെയാണെന്നുള്ള ഒരു ഉത്തരം പോലീസിന് നൽകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം കൊച്ചിയിലുള്ള വിവിധ ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും നിലവിൽ സിദ്ദിഖിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. സിദ്ദിഖ് വിദേശത്തേക്ക് കടന്നു എന്നുള്ള നിഗമനം ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ വിദേശത്തേക്കായിരിക്കില്ല, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 മണിക്കായിരുന്നു സിദ്ദിഖിന്റെ പടമുകളിലെ വീട്ടിൽ നിന്നും മകന്റെ കാർ, അതായത് സ്വന്തം കാർ ഉപയോഗിക്കാതെ മകന്റെ കാറിൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തായിരുന്നു. ഈ സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ വീട് പോലും പോലീസിന് നിരീക്ഷണത്തിൽ വെക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ഇതിനെല്ലാം പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഇനിയിപ്പോൾ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാരും അതിജീവിതയും ഇത്തരത്തിലൊരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ വച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം എന്തായിരിക്കും, ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു മെല്ലെപ്പോക്കിൽ പോലീസ് പോകുന്നുണ്ടോ എന്നൊരു സംശയവും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്നും സിദ്ദിഖിനായിട്ടുള്ള തിരച്ചിലുകൾ പോലീസ് മുന്നോട്ട് പോകും എന്നുള്ള ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ സിദ്ദിഖിന്റെ ബന്ധുക്കളുടെ വീടുകളെല്ലാം പോലീസ് നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം സുപ്രീം കോടതിയിൽ ഈ സിദ്ദിഖിനായിട്ടുള്ള ജാമ്യാപേക്ഷ എപ്പോൾ പരിഗണിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ സിദ്ദിഖിന് കൂടുതൽ കാലം ഒളിവിൽ കഴിയാനുള്ള ഒരു സാഹചര്യമാണ് പോലീസ് ഒരുക്കി കൊടുക്കുന്നത്. വലിയ വിമർശനമാണ് പോലീസിനെതിരെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ് നടൻ യുവനടി പരാതിപ്പെട്ടതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും സിദ്ദിഖിനെ നിരീക്ഷണത്തിൽ വെക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. ഇന്നും പോലീസ് വിവിധ ഭാഗങ്ങളിലുള്ള തിരച്ചിലുകൾ തുടരും. കൂടാതെ സംസ്ഥാനങ്ങളിലേക്ക് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ വിവിധ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലായിട്ടും സിദ്ദിഖിനായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ശരി, നടൻ സിദ്ദിഖിനായി ഏതായാലും സംസ്ഥാന വ്യാപകമായും സംസ്ഥാനത്തിന് പുറത്തേക്കും പോലീസ് വല വിരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. റിനു ശ്രീധറും അഞ്ജലി ശ്രീജിത രാജുമാണ് വിശദാംശങ്ങൾ നൽകിയത്.